ഇബാദത്താണ് ഉദ്ഹിയ്യത്ത്. ആ ഭാവത്തോടു കൂടിയായിരിക്കണം ഉദ്ഹിയ്യയെ നാം കാണുവാൻ. ആ മൃഗത്തെ, ഉദ്ഹിയ്യയുടെ മൃഗത്തെ ആദരിക്കണം. ഏറ്റവും നല്ല മൃഗത്തെയായിരിക്കണം ഉദ്ഹിയ്യത്തിനായി അല്ലാഹുവിന് വേണ്ടി നാം തെരഞ്ഞെടുക്കേണ്ടത്. ഏറ്റവും നല്ല മൃഗത്തെ കണ്ടെത്തി അറുക്കുവോളം ആ മൃഗത്തെ പരിപാലിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ ആ മൃഗവുമായി, ഉദ്ഹിയ്യത്തിന്റെ ആ മൃഗവുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം. ആ മൃഗവുമായി ബന്ധമുണ്ടാക്കിയെടുക്കണം. ആ മൃഗത്തെ സ്നേഹിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഒരു പിതാവിന് മകനോടുള്ള സ്നേഹം പോലെ, അടുപ്പം പോലെയാകണം ആ മൃഗത്തിനോട്. അബ്ദിമുഹായാക്കും, ബലിമൃഗങ്ങളെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ ഉദ്ഹിയ്യ എന്ന കർമ്മത്തിലേക്ക് ആ മൃഗങ്ങൾ കടന്നു വരുമ്പോ, ഉദ്ഹിയ്യ എന്ന മഹത്തരമായ കർമ്മത്തിലേക്ക് ആ മൃഗങ്ങൾ കടന്നു വരുമ്പോ ആ മൃഗങ്ങൾ പരിശുദ്ധമായി തീരുകയാണ്, പവിത്രമായി തീരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാ, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാ. അല്ലാഹുവിന്റെ ചിഹ്നമാണ്, അല്ലാഹുവിന്റെ അടയാളമായിട്ടാണ് അല്ലാഹു ആദരിക്കുവാനായി, ആ മൃഗങ്ങളെ ആദരിക്കുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ ഉദ്ഹിയ്യ കർമ്മവും അത്രമേൽ പവിത്രമാണ്. അതുകൊണ്ട് മറ്റ് ലക്ഷ്യങ്ങളുടെ പേരിലൊന്നും ആകുവാൻ പാടില്ല. മറ്റു കാര്യങ്ങളുടെ, മറ്റൊന്നിന്റെ